ഹാപ്പി മദേഴ്സ് ഡേ. ഒരാളവിടെ കുഞ്ഞു അവിടെ ഉറങ്ങുകയാണ്, മുന്നിൽ ഒരാളിരിക്കുന്നുണ്ട്. ബൈക്കിന്റെ കൂടെയാണ് പോകുന്നത്. നമ്മള് ഇവിടെ അടുത്തുള്ളൊരു പാലസ് മാളിലേക്ക്. അതെ, പാലസ് മാളിലോട്ട്. ഇസക്കുട്ടി കൊല്ലത്ത് പോയില്ലായിരുന്നോ? കൊല്ലത്തുള്ള ഈസേറിന്റെ വീട്, അച്ഛന്റെ വീട്, അവിടെ എന്തൊക്കെയാ വിശേഷങ്ങളുള്ളത്? ഒന്നുമില്ലേ? പിന്നെ കൊച്ചിയിലോ? കൊച്ചിയിൽ എന്തൊക്കെയാ വിശേഷമുള്ള? എറണാകുളത്ത് അച്ചും ആരാ ഉള്ളത്? ആണോ? ആരവേട്ടന്റെ വീട്ടിലുണ്ടോ? എന്താ ഉള്ള? രണ്ട് വീടില്ല, ഒരു വീടേ ഉള്ളൂ. ആ, എന്നിട്ട് കോഴിന്റെ അപ്പത്താണ്. എനിക്ക് കോഴിയുണ്ടോ? മുട്ടയിടോ? ആ മുട്ട കഴിക്കല്? മുട്ട എന്താ ചെയ്യാ? എങ്ങനെ കഴിക്കാം? വാവേന്റെ പേരെന്താ? ലൂക്ക. ലൂക്ക കരയാറുണ്ടോ? ഇസ കരയിപ്പിക്കാറുണ്ടോ? കളിപ്പിക്കാണോ? അടി ഉണ്ടാക്കല്ലേ? അമ്മി കൊടുക്കത്. ഇസ ഇനി ആമീനെ കളിക്കാൻ കൂട്ടണ്ട കേട്ടോ. ആമി കൊടുക്കുന്നില്ലല്ലോ, ഷെയർ ചെയ്യുന്നില്ലല്ലോ. ഞാൻ മഹാചട്ടമ്പി ആണെങ്കിലും എന്നെ വിശ്വസിക്കാം, ഞാൻ ദശമൂലം. ഗുഡ് ഗേൾ. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ മാളുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ ഇതുപോലെ ഒരു പ്ലേയിങ് ഏരിയ. അപ്പോൾ നമുക്ക് അവരുടെ ഒരു നിശ്ചിത എമൗണ്ട് അവിടെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവിടെ സുഖമായിട്ട് മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുകയും ചെയ്യാം. നമുക്ക് ഒരു ആരുടെയും ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഷോപ്പിങ്ങും ചെയ്യാം. അങ്ങനെ മക്കളെയൊക്കെ നമ്മൾ അവിടെ പറഞ്ഞയച്ചിട്ട് ഇനി എന്താണ് പരിപാടി? ഷോപ്പിംഗ്. ഞങ്ങൾ മദേഴ്സ് ഡേ അടിച്ച് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഷോപ്പിംഗ്. ഫസ്റ്റ് ഞങ്ങൾ കയറിയത് ബനാനയിലാണ്. ഇവിടുത്തെ ഒരു ഫാൻസി ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കും ഒരു മസ്കാരയായിരുന്നു എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അതുല്ലേതാ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ കളക്ഷൻസ് കുറവാട്ടോ. എന്നുവെച്ച് കറക്റ്റ് ടോയ്സിൻ്റെ ഷോപ്പിലെത്തിയപ്പോൾ കണ്ണ് തുറന്നു അല്ലേ? ടോയ്സ് വേണോ? ടോയ്സ് വേണോ? വേണോ? പിന്നെ ഒരു ടോയ്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് ടോയ്സ് വാങ്ങിച്ചു. മക്കൾ വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ വാങ്ങിച്ചു. കാര്യം എന്താ വെച്ചാൽ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗൈസ്, അതിന് മുന്നേ നമ്മളിപ്പോൾ 2 പേരെ അകത്തേക്ക് കയറ്റി കെട്ടില്ലേ, 3 പേരെ. അപ്പം 3 പേരെ എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് വരാം. കാലിൽ സോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും അകത്തേക്ക് കയറാം. സോക്സ് നിർബന്ധമാണ്. അതല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണ്. നേരത്തെ ഞാൻ പോകുമ്പോഴും ഇതുപോലെ ചാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ വന്നപ്പോഴും ഇതുപോലെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഇറങ്ങിയിട്ടില്ല. ഇത് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. 3 ആളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്താ? ഓക്കെ, ഞാൻ കൊടുക്കാം കേട്ടോ.
ആമി പോയി കളിച്ചോ. ഇന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം. അപ്പം അതിനും കൂടി കയറിയിട്ട് വരാം. ജസ്റ്റ് കയറി നോക്കണം. പുറത്ത് നല്ല മഴ പെയ്യാം, നല്ല കാറ്റും നല്ല മഴയൊക്കെ ഉണ്ട്. ഈ പുറത്തിറങ്ങുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും മഴ പെയ്യുമ്പോൾ. അമ്മ എൻ്റെ അടുത്താക്കി പോയതാണല്ലോ. ഞങ്ങൾ മഴ കാണാൻ വന്നതല്ലേ. ചിരിക്കണേ, ഫോട്ടോക്ക് ചിരിക്കോ ചിരിക്കോ ചിരിക്കോ. ഗായ്സ്, ഞങ്ങളുടെ ഷോപ്പിങ്ങിന് വന്നതാണ് ഗായ്സ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് ഗായ്സ്? ഞങ്ങൾ വാങ്ങിത്തരാം ഗായ്സ്. ചോദിച്ചോക്കൂ എന്ത് വേണം ഗായ്സ്? ചോദിക്കണോ? ചോദിക്ക് എന്താ വേണ്ടത് പറയാ. പോവാ, ഇതാരതാ കയ്യില്. വാ പോവാ, വീട്ടിൽ പോവാ. ആമി വരൂ. അൻഷിവ പോവാണ്. അതാരതാ അവിടെ ഇടും. വീട്ടിലേക്ക് പോകേണ്ടിരുന്ന തോന്നുന്നത്. തൽക്കാലം ഞാൻ ആമീനെയും അൻഷുവിനെയും ഇവിടെ വെച്ചിട്ട് പോണത്. ഞാൻ അവരെ കൊണ്ടുപോകുന്നില്ല. ഓക്കെ ബൈ ടാറ്റാ. അത് കയ്യിലുള്ളത് ആരുതാച്ച കൊടുത്തിട്ട് വരണേ. പറഞ്ഞാൽ മനസ്സിലായോ? ആ എന്നാ വാ ഇസ, വാ നമുക്ക് പോവാ. ആ അത് കൊടുക്ക കൊടുക്ക കൊടുക്ക, അവളുതാണെന്ന് കൊടുക്ക. ആ ഓക്കെ, യു ടേക്ക് ഗുഡ് ഗേൾ. Okay, bye. See you. നമ്മളിങ്ങനെ അവരെ എത്ര വിളിച്ചിട്ടും അവർ വരുന്നില്ല. എന്നാൽ ശരി, ഞങ്ങൾ പോയിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാ സെക്കൻഡ് കപ്പ് കോഫി കമ്പനി, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പുറത്ത് നല്ല മഴയും അതെ, പുറത്ത് നല്ല മഴയും അകത്ത് നല്ല ചൂട് കാപ്പിയും. ഗായ്സ്, ഇവൻ എൻ്റെ മുടി പിടിച്ച് വലിക്കുന്നുണ്ട് ഗായ്സ്. ഇവൻ എന്താ ചെയ്യണ്ടേ? ആകാശതാരങ്ങളോ തിളങ്ങി ട്രാഫിക് നോക്കൂ ഗായ്സ്, ഒരു മഴ പെയ്തപ്പോഴേക്കും. അല്ലെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ, ഈ ഭാഗം ട്രാഫിക് ഉണ്ടായിരുന്നു. നല്ല മഴ പെയ്ത് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് മഴ കിട്ടാറുണ്ട് ഗാനയിൽ. പക്ഷെ മഴ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് പിറ്റേ ദിവസം നല്ല ചൂടായിരിക്കും. അതാണൊരു പ്രശ്നം. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് പതിയെ വീട്ടിലേക്ക് പോകാം, ഒരു തിരക്കുമില്ല. നമ്മുടെ കാപ്പി എത്തി, ക്യാപിച്ചിനോ.
ഷുഗർ അല്ലല്ലോ, വിത്തൗട്ട് അല്ലേ? ഹാപ്പി ഇഷ്ടായോ? ഹാപ്പി? അടിപൊളി കാറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല മഴ പെയ്തിട്ട് നല്ല തണുത്ത ക്ലൈമറ്റ്. അപ്പൊ അടിപൊളിയാണ്. മഴമുകിലുകൾ താഴേറങ്ങി ആകാശതാരങ്ങളും കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഷോപ്പ് റൈറ്റ് കയറി. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേയായിട്ട് മക്കളെ അവിടെ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വന്നു. ഇസയ്ക്ക് പോവാ വേണ്ട. ഇവിടെ കുറെ ചെടിച്ചട്ടികൾ കണ്ടു. നമുക്ക് ഹാങ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടോ നോക്കാം. ഹാങ് ചെയ്യുന്ന ടൈപ്പാണ് എനിക്ക് വേണ്ടത്. ഹലോ, എന്താണ് പർച്ചേസ് ചെയ്യണേ? ബോക്സ് കൊടുത്തിട്ട് വെക്കലാടാ അൻഷു? ഇല്ല ഇല്ല. രണ്ടാളവിടെ ഒളിച്ചു കളിക്കുന്നുണ്ട് ഗായ്സ്. ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതാ കണ്ടുപിടിച്ചു, ഒരാളെ കണ്ടുപിടിച്ചു, മറ്റൊരാളെയും കണ്ടുപിടിച്ചു. ഒരുപാട് കളിച്ചതുകൊണ്ട് തന്നെ മക്കളൊക്കെ നല്ല വിശന്ന് വലഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞങ്ങളിതാ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. ബർഗർ കിങ്ങിൽ കയറി അവിടുന്ന് ബർഗറെല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മറ്റാളും കുറച്ച് ടയേർഡായിട്ടുണ്ട് നടന്ന്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഹാപ്പിയായി. അപ്പം നേരെ വീട്ടിലേക്ക്.